ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ലോകം മൊത്തം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണ് നാളെ. അപ്പം നമുക്കറിയാം, ഒരുപാട് ഐറ്റങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വിഭവസമൃദ്ധമായ ഐറ്റങ്ങളൊക്കെ. നമുക്കും അതിൻ്റെ അകത്തൊന്നും പങ്കാളിയായാലും നല്ലൊരു അടിപൊളി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. നിങ്ങൾ പലർക്കും അറിയാം, ഞാൻ പുറത്തൊക്കെ പാചകം ചെയ്യുന്ന ഒരാളാണ്. കൂടുതലും ബിരിയാണി ഐറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്. അതേ രീതിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇന്ന് ബിരിയാണി തന്നെ ആയിക്കോട്ടെ. എന്നാ ഏകദേശം ആ ബിരിയാണിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണിത്. ഒരു 1.5 കിലോ കൈമ അരിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഒരു 8 മുതൽ 10 പേർക്ക് വരെ നമുക്ക് ഈ ചോറ് കൊടുക്കാൻ പറ്റും. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കങ്ങ് വെച്ചേക്കാം. അരി ഒന്ന് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഏത് ബിരിയാണിക്ക് ഉണ്ടാക്കിയാലും ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ഒന്നി അണ്ടിപ്പരിപ്പ് എടുക്കുക, അണ്ടിപ്പരിപ്പ് പൊടിയോ അണ്ടിപ്പരിപ്പോ, അതല്ലെങ്കിൽ വെള്ള കസകസുണ്ട്. ഞാനിത് ഒരു 100 ഗ്രാം അളവിൽ വെള്ള കസകസ് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ അകത്തിട്ട് നല്ലപോലെ കുതിർന്നതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇതും ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇതെല്ലാം ഓരോന്ന് കാണിക്കുന്നത് എന്നാണെന്ന് അറിയും. നിങ്ങളത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തോട്ടെ എന്ന് കണ്ടാണ് വിശദമായിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു ബേസിൻ അങ്ങോട്ട് എടുക്കുക. കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതൊരു 2.5 കിലോ ചിക്കനാണ് ഞാൻ ആ ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ 1.5 കിലോ അരിയും 2.5 കിലോ ചിക്കനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇനി മസാലയൊക്കെ ഒന്ന് പരട്ടണം. നമുക്ക് ആദ്യമേ തന്നെ ഈ ചിക്കനുള്ള മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇതേപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ മസാലപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ നമുക്ക് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണുണ്ട്, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ചെറുനാരങ്ങ കൂടെ ഞാൻ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യമെങ്കിൽ തൈര് ചേർക്കാം. പലയിടത്തും തൈര് ചേർത്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ളേ ഉള്ളൂ. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പിച്ച് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. പിന്നെ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിയൊന്നും അധികം ചേർക്കേണ്ട കാര്യമില്ല. ബിരിയാണിക്കെന്ന് പറയുമ്പോൾ മുളക് പൊടി ഒരു ലേശം മാത്രമേ ചേർക്കാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ബിരിയാണി പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കാണ് ഞാൻ പീസാക്കി വെച്ചിരിക്കുന്നത്. ഇച്ചിരി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരാൾക്ക് ഒരു കഷ്ണമല്ല 2 പീസ് വെച്ചൊക്കെ കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ ഇരുന്നതിന് ശേഷം വേണം നമുക്കിതെടുക്കാൻ. അപ്പോൾ ഇതുകൂടെ അങ്ങ് മാറ്റി വെക്കാം. അരി, കസകസ്, അപ്പോൾ ചിക്കന്, ഇത് 3 നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി സമയം കളയാതെ നമുക്ക് ബിരിയാണിയുടെ പരിപാടി അങ്ങ് തുടങ്ങിയാലോ. അടുപ്പൊന്ന് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ചൂടുകെട്ടുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി തന്നെ അങ്ങോട്ട് വെക്കുക. ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/2 കിലോ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് സവോള വറക്കണം. ഇതിപ്പോൾ ഞാനൊരു 1.5 കിലോ സവോളയാണ് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ സവോള കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സവോള ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ സവോള വറക്കുന്നത് നമുക്കറിയാമല്ലോ, ബിരിയാണിയുടെ മേളിലൊക്കെ സവോള വറുത്ത് അണ്ടിപ്പരിപ്പ് സവോളയൊക്കെ വറുത്ത് ഇടത്തില്ല. അതിന് വേണ്ടിയാണ് ഈ സവോള വറുക്കുന്നത്. സവോള ഏകദേശം ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ ഞാനൊരു 100 കിലോ അണ്ടിപ്പരിപ്പ്, പിളർപ്പാണ്, അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എനിക്കിഷ്ടമുള്ള എന്തുമാത്രം വേണേലും അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ടതിന് ശേഷം കൂട്ടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പസമയം ഇരിക്കുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും സവോളയും കൂടെ ഒന്ന് ഫ്രൈ ആയി വരും. ഈ സവോള തണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഈ മുന്തിരിങ്ങ അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇത് ഓരോന്നോരോന്ന് വറുത്തെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്ന് ചാകുമ്പോഴത്തേക്ക് അത്ര സമയം ലാഭം. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഇനി നമുക്ക് ഈ അടുപ്പം നിർത്തുകയാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ കോരിയെടുക്കാം.
ഇതേപോലൊക്കെ എടുത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി അടുത്ത ഒരു വറവുകളുണ്ട്, അവിടൊന്ന് വറുത്ത് എടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കാര്യം ഞങ്ങളുടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ കോട്ടയം ജില്ലയിലെ പത്തനംതിട്ട, ചെങ്ങന്നൂർ ഇവിടെയൊക്കെ ഞാൻ പണിക്ക് പോയിട്ടുള്ള അവിടെയൊക്കെ ചെയ്യുന്നതും ഞങ്ങളെ ആശാന്മാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് ഈ ബിരിയാണി ചെയ്യുന്നത്. എന്നാലും ശരി, നല്ല രീതിയിലുള്ള ഒരു ബിരിയാണി തന്നെയാണ്. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ പല സ്ഥലത്ത് തേങ്ങയുടെ പരിപാടിയൊന്നും ചേർക്കത്തില്ല, തേങ്ങ ചേർത്തുള്ള ബിരിയാണിയൊന്നും. പക്ഷേ നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. കാര്യം ആ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊന്നും അടുപ്പ് എത്തിക്കണം. ഞാൻ മുന്നേറെ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കാണിക്കാത്ത. പക്ഷേ അത് ഒഴിവാക്കാതെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതിക്കൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ വറക്കുന്ന സവോളയും തേങ്ങയും കൂടെയാണ് വറക്കുന്നത്. ആ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ സവോള വറുത്ത് നമ്മൾ ചോറിന് വേണ്ടിയാണ്. ഇത് ചിക്കനകത്ത് ഇടാനുള്ളതാണ്. ഒരു ചെറിയ തേങ്ങയുടെ പീരയും കൂടെ അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഭാഗത്തൊക്കെ പല ആൾക്കാർ ഇതേ രീതിയിലാണ് ബിരിയാണിയുടെ ഒരു ഗ്രേവി റെഡിയാക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചുമന്ന് വരുന്നുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിവിടെ കോരി അങ്ങോട്ട് ഇടാം. അപ്പോൾ ഈ 2 ഐറ്റം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ വറക്കാം. ചിക്കൻ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. കാര്യം ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഒരു മീഡിയം തീയിൽ അങ്ങോട്ട് വെച്ച് ഇത് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ വറുത്താണ് ബിരിയാണി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ആ രീതിക്കാണ് ഇപ്പം ഇവിടെയും ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചിക്കനൊക്കെ നമ്മൾ ഇതേപോലെ ഒരു മീഡിയം രീതി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി വേണം നമുക്ക് ആ ചിക്കൻ വറുത്തെടുക്കാനായിട്ട്. അടുത്തതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചിക്കനോട് ഇതേപോലെ വറുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പ് നിർത്തിയ ശേഷം ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. അതിങ്ങനെ ഒഴിച്ചങ്ങോട്ട് പാത്രത്തിലോട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ തെളി നമുക്ക് കുറച്ച് എടുക്കണം. ആ ചിക്കൻ വറുത്ത ഉരുളി തന്നെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്തൊന്നുകൂടെ വെച്ചിരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. ഇതൊന്ന് ചൂടായതിന് ശേഷം ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒരല്പം ഒഴിച്ചു കൊടുക്കുക. ഒരു 10-20 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ചതച്ചൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. കൂട്ടത്തിൽ കുറച്ച് സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ സവോള ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ടോട്ടൽ ഒരു 1.5 കിലോ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എണ്ണയ്ക്കകത്ത് സവോള നല്ലപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാര്യം ആ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് ചേർക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവോള ഒന്ന് വാടി കിട്ടും. ഈ എരിവിന് ഞാൻ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ആ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, അതായത് എരിവ് പാകത്തിന് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് എരിവുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ പാകത്തിന് മാത്രമേ പച്ചമുളകായാലും കുരുമുളകും ഒക്കെ ചേർക്കാവുള്ളൂ. അപ്പോൾ ഇത് അടുപ്പത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടട്ടെ. നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കസുകസ് അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. കൂടുതലൊരു 10-15 അണ്ടിപ്പരിപ്പ് പിളർപ്പ് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് സവോള റെഡിയാവും. നമ്മുടെ കശുകശും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ അരച്ച് വെക്കും. ഈ ഒരു പരുവത്തിൽ തരിയില്ലാതെ നല്ലപോലെ അരച്ചെടുക്കും. സവോളൊക്കെ നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് നോക്കി ഒരു 3 തക്കാളിയും കൂടെ
ഗ്രേവിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വേണം, തക്കാളിയൊക്കെ വേണം, നല്ലപോലെ വേണം, എന്നാലേ നമുക്ക് ആ ഗ്രേവി നല്ല ടേസ്റ്റോട് കൂടി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ തക്കാളിയും കൂടെ ഒന്ന് ഉടയട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, കാരണം നമ്മുടെ ഇരുന്ന മസാല തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഇതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്താണ്, ഇനി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി ഈ പൊടികൾ തീ കുറച്ച് വെച്ച ശേഷം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെ ആ പച്ചച്ചവ് മാറിയ ശേഷം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കസകസ് അരച്ച് വെച്ചിരിക്കുന്നില്ല, അണ്ടിപ്പരിപ്പ് കസകസ്, ഇതും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, കുഴപ്പമില്ല, കാര്യം ഗ്രേവിക്കകത്ത് ഒഴിക്കുന്നതല്ലേ. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ആ ജാറിൻ്റെ അകത്തുള്ള ആ അരപ്പൂടെ നമുക്കിങ്ങനെ എടുക്കാം. ഇനി ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിള വരുമ്പോഴത്തേക്കും ആ വെള്ളം അങ്ങ് മാറിപ്പോകും. നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരല്പം സോസൊക്കെ ചേർക്കും. ഞാൻ ഇതിനകത്ത് ഒരല്പം സോസൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. സോസൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തൊരു സോസ് ചേർക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചിലർക്ക് സോസിനോട് ഒരു ഇഷ്ടക്കുറവുണ്ട്, അങ്ങനെയുള്ള ഒരു സോസ് ചേർക്കാതിരിക്കുക. നേരെ മറിച്ച് ബീഫിനോ മട്ടനോ ഒന്നും സോസ് ചേർക്കേണ്ട കാര്യമേ ഇല്ല. ചിക്കൻ ആയതുകൊണ്ടാണ് ഇച്ചിരി സോസൊക്കെ ചേർത്ത്. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരല്പം എടുത്ത് നോക്കണം. നമുക്ക് ചിലർക്ക് ഇച്ചിരി എരിവ് വേണ്ടവരുണ്ട്, എരിവ് കുറച്ച് വേണ്ടവരുണ്ട്, ഉപ്പും എരിവും ഒക്കെ നമ്മുടെ പാകത്തിന് നോക്കണം. ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതങ്ങ് നിർത്തുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ചെമ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെമ്പാണ്, കാര്യം ചെമ്പിൻ്റെ അകത്ത് ദമ്മാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേവി ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങായും സവോള ആദ്യം വറുത്ത് വെച്ചിട്ടില്ലേ, അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയിലയുണ്ട്, പുതിനയുണ്ട്, ഇത് രണ്ടും കൂടെ വേണം ഇടാനായിട്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി ചിക്കനും ഗ്രേവിക്കുമൊക്കെ നമുക്ക് അതിന് ഉപ്പും നാമായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള എരിവും ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി വെക്കാനായിട്ട്. ഈ മല്ലിയിലയും പുതിനയും കുറച്ച് നേരം എടുത്ത് മാറ്റി വെക്കുകയാണ് ഇച്ചിരി ചോറിൻ്റെ അകത്ത് ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ഒരു മസാലയുടെ കൂട്ടും രീതിയൊക്കെ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചോറിനുള്ള പരിപാടികളൂടെ ചെയ്യാം. അടുപ്പ് കത്തിച്ച ശേഷം ഈ വെള്ളം അങ്ങോട്ട് വെക്കുകയാണ്. അപ്പം 1.5 കിലോ അരിയുണ്ട്. ആ അരി വേഗത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാര്യം ഇത് വറ്റിച്ചെടുക്കുകയല്ല, പുഴുങ്ങി കോരി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഈ വെള്ളം തിളക്കട്ടെ. കൈമ അരിയൊക്കെ നല്ലപോലെ കുതിർന്നതിന് ശേഷം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് വെള്ളവും തിളയ്ക്കും. നമ്മൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു കിഴുത്ത പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. കാര്യം വലിയ അടുപ്പായിട്ട് പെട്ടെന്ന് തന്നെ തിളയ്ക്കില്ല. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത് വറ്റിച്ചെടുക്കുന്നില്ല, അതായത് പുഴുങ്ങി കോരി എടുക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് ചോറ് വറ്റിച്ചെടുക്കണമെങ്കിൽ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുത്ത് വറ്റിച്ചെടുക്കും. ഇനി നമുക്ക് ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് പോരെങ്കിൽ പിന്നെ നോക്കിയിട്ടിടാവുന്നേ ഉള്ളൂ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇരുന്ന ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് വേവ് നോക്കാം. കുറച്ച് അത്യാവശ്യം മസാലയൊക്കെയാണ്. ഏലക്കയും ഗ്രാമ്പും കറുവായും തക്കോലും ഒക്കെയാണ്. കുരുമുളകും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതമേ ഉള്ളൂ.
നമ്മൾ ഈ സവോളയും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് ഇത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചീകിയെടുത്താണ്. ആ ക്യാരറ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയും നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നതാണ്, അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ. നമുക്ക് പൈനാപ്പിളൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റായി ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇനി തുറന്ന് നോക്കാം, നമുക്ക് ചോറ് വേന്തോ നോക്കാം. കാരണം ഇത് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ഇളക്കി ഇങ്ങനെ നോക്കുക. ഏകദേശം ചോറ് ഒരു 3/4 വെന്തിട്ടുണ്ട്. ഉപ്പുമൊക്കെ നോക്കണം, ഒരല്പം എടുത്തിങ്ങനെ കഴിച്ചു നോക്കണം. ഉപ്പൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് കോരുക. വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ഇതുപോലെ കിഴുത്ത പാത്രത്തിലോട്ട് കോരി വെക്കാം. കോരി ഇങ്ങോട്ടിടും. നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്കും ചോറ് കുഴഞ്ഞൊന്നും പോകത്തില്ല. ചോറ് മൊത്തം കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടും. കുറച്ചങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് ഇടാം. നമുക്കൊരു 2 ലെയറായിട്ട് ചോറങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടതിന് ശേഷം ഇത് വെട്ടിക്കട്ടെ. ഇനി ബാക്കി ചോറും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിവിടെ നേരത്തെ പോലെ അങ്ങോട്ട് ഇടുക. അപ്പോൾ എസൻസ് താല്പര്യമുള്ളവർക്ക് ഒരല്പം എസൻസ് വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം. പൈനാപ്പിൾ, വാനില, റോസ് ഇതുപോലുള്ള എസൻസുകളൊക്കെ സാധാരണ ബിരിയാണിക്കൊക്കെ ചേർക്കുമല്ലോ, ബിരിയാണി എസൻസ്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒഴിച്ചിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കളറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊഴിച്ചാൽ മതി. വേറെ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ ഉണ്ട്, ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ചിക്കൻ വറുത്തതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം ഈ എണ്ണയ്ക്കകത്തുണ്ട്. ഇതന്നെ ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ഇതേപോലെ ഒന്ന് വട്ടം ഒന്ന് കറക്കി 1-2 ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരല്പം നെയ്യൂടെ ഇങ്ങനെ വട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും വെള്ളം താഴെയൊക്കെ വിറകിൻ്റെ കനലൊക്കെ ഇടും. മൈദയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് അടപ്പിട്ട് മൂടുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ അതിനുള്ള സൗകര്യം കുറവായിരിക്കും. ഇതേ രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് നല്ലപോലെ ചൂട് ഒളിച്ചെടുക്കാം. ഇതേപോലെ തീ കൂട്ടി വെക്കണ്ട, ചെറിയ തീയിൽ ഇതങ്ങോട്ട് വെക്കാം. അതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഞാനങ്ങ് നിർത്തുകയാണ്. കാര്യം ഒരുപാട് തീ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെമ്പിന് അടിക്ക് പിടിക്കും. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ബിരിയാണി. കാര്യം ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അത്ര സമയമെടുക്കും. ഈ രീതിയിലാണ് ഞാൻ ഈ കല്യാണത്തിനൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ. ഇതെന്തായാലും ഒന്ന് കാണണ്ടേ, നമുക്കത് പൊട്ടിച്ച് നോക്കിയാലോ. ഇത് കുറച്ച് ചോറ് ഇങ്ങോട്ട് മാറ്റുകയാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി അടിയിൽ കിടപ്പുണ്ട് മസാലയൊക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇച്ചിരി ചോറും ഒക്കെ അങ്ങോട്ടിട്ട് ഞാൻ ഇത്രയും നേരം ഈ ബിരിയാണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ രീതിയിലാണ് ഞാൻ പലയിടത്തും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല അഭിപ്രായങ്ങളാണ് പലരും പറഞ്ഞ്. ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി. ക്രിസ്മസിന് ഇതേ രീതിയിൽ ഒരു ബിരിയാണി നിങ്ങൾ ചെയ്തു നോക്ക്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുകയോ. നല്ല അടിപൊളി ഒരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ ക്രിസ്മസിന് ബിരിയാണിയൊക്കെ റെഡിയാക്കി. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
എല്ലാവർക്കും ലോകം മുഴുവൻ ഉള്ള മലയാളികൾക്ക് വില്ലേജ് സ്പൈസസിൻ്റെ ആയിട്ടുള്ള ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ കിട്ടട്ടെ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.